Good morning. Good morning, Okay, ma'am. good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, സാന്ദ്ര ഉണ്ടോ ക്ലാസ്സില്? സാന്ദ്ര, ഓക്കെ. സാന്ദ്രയ്ക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടോ. ഇന്നലെ സാന്ദ്രയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അപ്പൊ എല്ലാവരും സാന്ദ്രനെ ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, സാന്ദ്ര നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാം. കുറെ വർഷങ്ങൾ നല്ല സ്നേഹമായിട്ട് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എല്ലാവരും വിഷ്. ഓക്കെ ഓക്കെ, ഞാൻ വിഷ് ചെയ്തു. ഓക്കെ ഓക്കെ, ഓക്കെ. അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും കേട്ടോ സാധ്യത. അപ്പൊ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, 2 ദിവസമൊക്കെ എത്തിയപ്പോ വായിച്ചു നോക്കിയോ നിങ്ങള്? വായിച്ചു നോക്കിയോ? പിന്നെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്. പറയട്ടെ എന്താണ്? പറയട്ടെ സർപ്രൈസ് എന്താണ്? പറഞ്ഞു. ആണോ അച്ഛന? ഓക്കെ. അപ്പൊ അച്ഛയ്ക്ക് നാളെ വിഷസ് അറിയിക്കാം കേട്ടോ. അച്ഛയ്ക്ക് അഡ്വാൻസ് ആയിട്ട് വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കാൻ കേട്ടോ. ഓക്കെ, പറയട്ടെ. ജോബ് സാർ ഉണ്ടാവും കേട്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ പരീക്ഷ എടുക്കാനായിട്ട്. ഓക്കെ, അതാണ് നാളെയല്ലേ ക്ലാസ് വരുന്നത് അല്ലെ? നാളെ മിലുസും ജോബ് സാർ ഉണ്ട് കേട്ടോ ഇംഗ്ലീഷിലുണ്ടായിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ്. മിസ്, മാം എന്താ പറഞ്ഞെന്ന് കേട്ടില്ല. ഞാൻ ഇപ്പം ജോയിൻ ചെയ്തുള്ളൂ. വേറെ ഒന്നുമല്ല, നാളെ ജോബ് സാർ ഉണ്ടാവും കേട്ടോ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനായിട്ട്. ജോബ് സാർ ഉണ്ടാവും കേട്ടോ. 1 month മിക്കവാറും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ശരി, ഞാൻ ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ ക്യാമ്പ്സിന്റെ കുറെ ഭാഗങ്ങളൊക്കെ പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ, എളുപ്പമുള്ള ഭാഗങ്ങളൊക്കെയാണ്. നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തി. റെഗുലേറ്റേഴ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ റെഗുലേറ്റേഴ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? യെസ്, അതായത് മെഡിക്കൽ ക്യാമ്പ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് ചാപ്റ്റർ മെഡിക്കൽ ക്യാമ്പ് സിസ്റ്റം 34 അല്ലേ? 34 കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മെഡിക്കൽ ക്യാമ്പ് സിസ്റ്റത്തിന്റെ എന്താ പറയാ അഡ്വാൻറ്റേജസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു അല്ലെ? അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി. പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് ISO സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെഡിക്കൽ ഗ്യാസിന്റെ കളർ കോഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? പ്രത്യേകം ഞാൻ പറയാണ്, ISO സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് കേട്ടോ. ഒരിക്കലും ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് അല്ല ഉദ്ദേശിക്കുന്നത്. ISO സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള മെഡിക്കൽ ഗ്യാസുകളുടെ കളർ കോഡ്. ഓക്കെ, അത് നമ്മൾ എന്താണ് കണ്ടു. പിന്നെ സാധാരണയായിട്ട് ഒരു കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എന്തെല്ലാം സുരക്ഷാ നടപടികളാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടത്? നമ്മൾ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിരുന്നു. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്സ് ആണ് അല്ലെ? അതിനകത്തുള്ള കണ്ടന്റുകൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്സ് ആണ് അല്ലെ? അതായത് പ്രവർത്തന സുരക്ഷാ പരിശോധനകൾ. പിന്നെ ഹാൻഡ്ലിംഗ് ആൻഡ് യൂസ് അല്ലെ? നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില സേഫ് പ്രാക്ടീസസ് ഉണ്ട്. അതിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്. ലിഫ്റ്റിംഗ് ആൻഡ് ട്രാൻസ്പോർട്ട്, അതായത് ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറുകൾ അല്ലെങ്കിൽ ഗ്യാസുകൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് റെഗുലേറ്റേഴ്സ് എങ്ങനെയാണ് സേഫ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റെഗുലേറ്റർ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. Regulator is a device that
accepts gas at a high pressure and lessens it to a much lower working pressure ആണ് കേട്ടോ. പ്രസ്സിംഗ് അല്ല, പ്രഷർ ആണ് തിരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉയർന്ന മർദ്ദത്തിൽ വാതകങ്ങൾ സ്വീകരിച്ചിട്ട് അതിനെ വളരെ താഴ്ന്ന മർദ്ദത്തിലേക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. റെഗുലേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, പാചകവാതകം നമ്മുടെ വീട്ടിൽ ഗ്യാസ് കണ്ടിട്ടില്ലേ, മഞ്ഞ കളർ റെഗുലേറ്റർ, അത് തന്നെ കേട്ടോ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് അതിനോട് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതുവരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. കറക്റ്റ് അല്ലേ? റെഗുലേറ്റർ ഷാൽ ബി റിമൂവ്ഡ് ഫ്രം ദി സിലിണ്ടർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട്. അല്ലെ, ഈ പറയുന്ന നമ്മൾ സിലിണ്ടറിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? റെഗുലേറ്ററുകൾ റിമൂവ് ചെയ്തിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും റെഗുലേറ്റർ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സിലിണ്ടറുകളെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം അടുത്ത ഭാഗം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അഥവാ PPE. ഓക്കെ, പേര് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. എന്താണ് അതിന് പറയുന്നത്? ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെൻ പെർഫോമിംഗ്. ഡിസ്ചാർജിങ് എന്ന വാക്കൊന്ന് വെക്കുക, എന്നിട്ട് അവിടെ പെർഫോമിംഗ് ആക്കാം കേട്ടോ. ശ്രദ്ധിക്കാം കേട്ടോ, ഡിസ്ചാർജിങ് വെട്ടിക്കോളൂ, പെർഫോമിംഗ് ആക്കണം കേട്ടോ. അങ്ങനെ വായിക്കുമ്പോൾ അത് അർത്ഥം കറക്റ്റ് ആവുള്ളൂ. When performing lab operation task that involves compressed gases. അങ്ങനെ വായിക്കാം കേട്ടോ. എന്നോട് പറയാണ്, be dressed in proper personal protective equipment when performing lab operation task that involves compressed gases. എന്താണ് പറയുന്നത്? നമ്മൾ ഈ കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട്, ഈ കംപ്രസ്ഡ് ഗ്യാസസ് ഉൾക്കൊള്ളുന്ന ഇത്തരം ലാബ് പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ധരിച്ചിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഉപയോഗിച്ചിരിക്കണം അല്ലെ. നമ്മളുടെ വ്യക്തിഗത സംരക്ഷണ മാർഗങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചിരിക്കണം. എന്തൊക്കെയാണ്? ലോങ് സ്ലീവ്ഡ് ലാബ് കോട്ട് അല്ലെ, വളരെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ ധരിക്കണം. പിന്നെന്താണ് ഐശ്വര്യ ഒന്നുകൂടെ പറയുമോ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിനെ പറ്റിയാണ് കേട്ടോ. വായിച്ചത് എങ്ങനെയാണ്? ബി ഡ്രസ്ഡ് ഇൻ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വെൻ പെർഫോമിംഗ്. ഡിസ്ചാർജിങ് എന്ന വാക്ക് അവിടെ വെക്കാം, എന്നിട്ട് അതിന് പകരം പെർഫോമിംഗ് വെച്ചാട്ടോ. വെൻ പെർഫോമിംഗ് ലാബ് ഓപ്പറേഷൻ ടാസ്ക് ദാറ്റ് ഇൻവോൾവ്സ് കംപ്രസ്ഡ് ഗ്യാസസ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തോളൂ. അപ്പോഴാണ് അർത്ഥം കറക്റ്റ് ആവുള്ളൂ. അതായത് നമ്മൾ കംപ്രസ്ഡ് ഗ്യാസസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ധരിച്ചിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. എന്തൊക്കെയാണ്? ലോങ് സ്ലീവ്ഡ്, അത് തന്നെ ലാബ് കോട്ട് അല്ലെ, ഫുൾ സ്ലീവ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ. ലോങ് പാൻസ് കവേർഡ് ടോ ഷൂസ്, ദാറ്റ് മീൻസ് ലോങ് പാൻസ് ദാറ്റ് കവർ അവർ ഫീറ്റ് ആൻഡ് ടോസ്. ഓക്കെ, നമ്മുടെ കാൽപാദം നമ്മുടെ വിരലുകളൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ലോങ് പാന്റുകൾ നമ്മൾ ധരിക്കണം. പിന്നെ എന്താണ്? സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് ഗ്ലൗസ്. അതുപോലെ തന്നെ സുരക്ഷാ കണ്ണടകളും സുരക്ഷാ ഗ്ലൗസുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഉപയോഗിച്ചിരിക്കണം. ഓക്കെ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. കാരണം ഇത്തരം മെഡിക്കൽ ഗ്യാസിന് അതിൻ്റെതായ ചില പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വേറെ ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് കേട്ടോ. അതോട് കൂടിയിട്ട് മെയിനായിട്ട് നമ്മൾ പാലിക്കേണ്ട സേഫ് പ്രാക്ടീസസ് അവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫ് കേട്ടോ. അതായത് സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും 2 പേരുടെ ഡ്യൂട്ടീസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് കേട്ടോ, സൂപ്പർവൈസറുടെ ഡ്യൂട്ടി. രണ്ടാമത്തേത് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ കേട്ടോ. നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ ആ മാനിഫോൾഡ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് മാനിഫോൾഡ് ഓപ്പറേറ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെയും ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങളത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് ഓരോ പോയിന്റ് ക്ലിയർ ചെയ്ത് പോകണം. നിങ്ങളോടൊരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആരുടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആണ് നോക്കാം, ഡ്യൂട്ടീസ് ഓഫ് സൂപ്പർവൈസേഴ്സ് കേട്ടോ. എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്? മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് സൗണ്ടിന് വല്ല ഡിസ്റ്റർബൻസ് വരുന്നുണ്ടാവും. എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ നമുക്ക്? വരുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് ദ സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് റിസീവ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ്
specific to the compressed gases they handle and use. എന്താണ് പറയുന്നത്? അതായത് അവരുടെ ചുമതല, പ്രത്യേകിച്ച് സൂപ്പർവൈസറിന്റെ ചുമതലയിൽ വരുന്ന ജീവനക്കാർക്ക് ഇത്തരം കംപ്രസ്ഡ് ഗ്യാസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴുമുള്ള എന്താണ് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം, അല്ലെ? അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു PPE ഇത് ധരിക്കണം, അതുപോലെ അത്തരം കാര്യങ്ങൾ മെഡിക്കൽ ഗ്യാസുകളുടെ പ്രോപ്പർട്ടി അനുസരിച്ചുകൊണ്ട് വേണം അവരെ നമ്മൾ യൂസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും. അപ്പൊ തീർച്ചയായിട്ടും ഈ കംപ്രസ്ഡ് ഗ്യാസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അതിനാവശ്യമായിട്ടുള്ള പരിശീലനം അവര് റിസീവ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജീവനക്കാർക്ക് അത് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ? മേക്ക് ഷുവർ ദാറ്റ് ദി സ്റ്റാഫ് ഇൻ ദെയർ ചാർജ് റിസീവ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് സ്പെസിഫിക് ടു ദ കംപ്രസ്ഡ് ഗ്യാസസ് ദേ ഹാൻഡിൽ ആൻഡ് യൂസ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, make sure that compressed gases are used only for their intentional purpose and in accordance with the defined procedures and rules. എന്താണ് പറയുന്നത്? രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കംപ്രസ്ഡ് ഗ്യാസുകളെല്ലാം തന്നെ ഒരു ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണം. നമുക്കറിയാം, നമ്മൾ 7 മെഡിക്കൽ ഗ്യാസ് പഠിച്ചു. ഓരോ മെഡിക്കൽ ഗ്യാസുകൾ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു മെഡിക്കൽ എയർ ആണെങ്കിൽ അത് ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ ലൈഫ് സപ്പോർട്ടിന് റീസസിറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ നമ്മൾ ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പഠിച്ചില്ലേ നമ്മള്? ലിക്വിഡ് നൈട്രജൻ ആണെങ്കിൽ ക്രയോജനിക് ഏജന്റ് ആയിട്ട്. അപ്പൊ ഓരോ മെഡിക്കൽ ഗ്യാസിന് അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്, അല്ലെ? അപ്പൊ ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസസ് അതത് ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കണം. അത് എങ്ങനെ ഉപയോഗിക്കണം? ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. കൃത്യമായിട്ട് ഈ പറയുന്ന റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, കൃത്യമായിട്ടുള്ള നിയമങ്ങളും പ്രോട്ടോകോൾസും പ്രകാരം ഓരോ കംപ്രസ്ഡ് ഗ്യാസുകളും ഓരോ മെഡിക്കൽ ഗ്യാസസും അതത് ഇന്റൻഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? സൂപ്പർവൈസറുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ പോയിന്റ്? ഓക്കെ ആണല്ലോ? മേക്ക് ഷുവർ ദാറ്റ് കംപ്രസ്ഡ് ഗ്യാസസ് ആർ യൂസ്ഡ് ഓൺലി ഫോർ ദെയർ ഇന്റൻഷണൽ പർപ്പസ് ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫൈൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. ക്ലിയർ? ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, SDS that is applicable emergency response plan, that is ERP, or other relevant literature is made quickly available to staff. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് MSDS, അല്ലെ? MSDS പറഞ്ഞത് ഓർമ്മയുണ്ട്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ എന്താണ് ഷീറ്റ്, അല്ലെ? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് നമ്മൾ പറഞ്ഞു. കാര്യം ഓരോ മെഡിക്കൽ ഗ്യാസും അതിന്റെ ബേസിക് ഇൻഫർമേഷനെ പറ്റിയിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഷീറ്റാണ്, അല്ലെ? ആ ഒരു ഷീറ്റിനകത്ത് കൃത്യമായിട്ട് ആ മെഡിക്കൽ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് എന്തൊക്കെയാണ്, ഓക്കെ, എന്തൊക്കെ അപകടങ്ങൾ അതിൽ നിന്ന് സംഭവിക്കാം, എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ആ മെഡിക്കൽ ഗ്യാസ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഷീറ്റാണ്, അല്ലെ? MSDS എന്ന് പറയുന്നത്. ഇതിലെന്താ പറയുന്നത്? ഇത്തരത്തില് ഈ പറയുന്ന മെഡിക്കൽ എന്താ പറയാ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ അതിന്റെ ഭാഗമാണ് എമർജൻസി റെസ്പോൺസ് പ്ലാൻ, അല്ലെ? ERP അതിന്റെ ഭാഗമാണ്. കാര്യം എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെ ആ മെഡിക്കൽ ഗ്യാസ് അപ്ലൈ ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ അതർ റിലവന്റ് ലിറ്ററേച്ചർ, ഈ ഒരു ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും അതിന്റെ ഇൻഫർമേഷൻസിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ? അത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാഫുകൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കണം, അല്ലെ? കാര്യം അവര് ഇതിലും പറഞ്ഞിരിക്കുന്ന ഗൈഡൻസ് പ്രകാരമാണ് അവര് പറയുന്ന ഗ്യാസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡാറ്റ ഷീറ്റുകളും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും റിലവന്റ് ആയിട്ട് ഇൻഫർമേഷൻസ് രേഖപ്പെടുത്തുന്ന ഡോക്യുമെന്റ്സുകളും അവിടുത്തെ ജീവനക്കാർക്ക് എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം? പെട്ടെന്ന് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം, അവർക്കത് അവൈലബിൾ ആക്കി കൊടുക്കണം എന്നത് ഉറപ്പുവരുത്തേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ്, പ്രൊവൈഡ് സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് വിത്ത് നെസസറി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ദാറ്റ് മീൻസ് PPE. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അവിടെയുള്ള ജീവനക്കാർക്ക് മറ്റ് സന്ദർശകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം, അല്ലെ? സേഫ്റ്റി ഗ്ലാസുകൾ, സേഫ്റ്റി ഗ്ലൗസുകൾ,
ഇങ്ങനെയുള്ള അവരുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ജീവനക്കാർക്ക് മാത്രമല്ല അവിടുത്തെ സന്ദർശകർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ് എന്നാണ് കേട്ടോ. സ്റ്റാൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റാള് തെറ്റാണ്, അത് വ്യക്തം കേട്ടോ. സ്റ്റാഫ് എന്നാണ്, സ്റ്റാഫ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വായിക്കാം, പ്രൊവൈഡ് ആക്ട് സൂപ്പർവിഷൻ ഓഫ് സ്റ്റാഫ്. അവിടുത്തെ ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള അവരെ സൂപ്പർവൈസ് ചെയ്യാൻ, അവർക്ക് വേണ്ട സൂപ്പർവിഷൻ നൽകുക അല്ലെ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. മൊത്തത്തിൽ എന്താണ്? സൂപ്പർവിഷൻ ആണ് അല്ലെ. പ്രൊവൈഡ് ആക്ട് മീൻസ് അപ്രോപ്രിയേറ്റ് സൂപ്പർവിഷൻ ഫോർ ദ സ്റ്റാഫ്. അടുത്ത പോയിന്റ് ഇതാണ്, എൻഷുവർ സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ് adhere to applicable occupational health and safety regulations for the use of compressed gases. എന്താണ് പറയുന്നത്? അതായത് ഇത്തരത്തിലുള്ള കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുമ്പോൾ അവര് പാലിക്കേണ്ട ചില തൊഴിൽ ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇപ്പൊ ഗ്യാസ് കൈകാര്യം ചെയ്യുന്ന മെഡിക്കൽ പറയുന്ന PPE ഡ്രസ്സുകൾ അല്ലെങ്കിൽ PPE എക്യുപ്മെന്റ്സുകൾ നമ്മൾ ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, കുറെ സേഫ്റ്റി പ്രാക്ടീസസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ടത് ചില തൊഴിൽ ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങളുണ്ട്. അതെല്ലാം തന്നെ ജീവനക്കാരും സന്ദർശകരും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും സൂപ്പർവൈസറുടെ ഉത്തരവാദിത്വം. മനസ്സിലായോ പറഞ്ഞത്? അവര് ഈ കംപ്രസ്ഡ് ഗ്യാസസ് കൈകാര്യം ചെയ്യുമ്പോൾ അവര് പാലിക്കേണ്ട ചില തൊഴിൽ ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ, അവരുടെ ആരോഗ്യപരമായിട്ടും തൊഴിൽപരമായിട്ടും ചില സേഫ്റ്റി പ്രോട്ടോകോൾസ് അവർ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അത്തരം കാര്യങ്ങള് ഈ പറയുന്ന ജീവനക്കാരും സന്ദർശകരൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത പോയിന്റിലാണ്, ഇൻവെസ്റ്റിഗേറ്റ് റിപ്പോർട്ടഡ് ഇൻസിഡൻസ് to determine the cause and to develop active preventive measures to lessen in recurrence. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് നമ്മൾ പഠിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അപകടങ്ങളാവാം, അല്ലെങ്കിൽ ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, അത്തരം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻസിഡൻസുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് ടു ഡിറ്റർമിൻ ദ കോസ് അല്ലെ, ആ ഒരു അപകടത്തിന് എന്താണ് കാരണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകൾ വികസിപ്പിക്കാന്നുള്ളതും ആരുടെ ഉത്തരവാദിത്വമാണ്? സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻസിഡൻസുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്തായിരുന്നു അതിന് കാരണം, അല്ലെങ്കിൽ ആ ഒരു അപകടത്തിന് കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നീട് അതൊരു റിക്കറൻസ് അല്ലെ, റിക്കർ ചെയ്യാതിരിക്കാൻ, പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനുള്ളതും സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ ആണല്ലോ? അടുത്തത് ലാസ്റ്റ് പോയിന്റ് ഇതാണ്, കീപ് ആക്റ്റീവ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ദ ഹാൻഡ്ലിംഗ് ആൻഡ് ദ യൂസ് ഓഫ് കംപ്രസ്ഡ് ഗ്യാസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് an up-to-date inventory, training records and reported incidents. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസസ് ഉപയോഗിക്കുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴുള്ള എല്ലാ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കണം. റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പറയുന്നവര്? അപ് ടു ഡേറ്റ് ഇൻവെന്ററി അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റോക്ക് ആണ് അല്ലെ, സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം എത്ര മെഡിക്കൽ ഗ്യാസ് അവിടെ സപ്ലൈ വരുന്നുണ്ട് അല്ലെ, അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജും കാര്യങ്ങളും സ്റ്റോക്ക് ഒക്കെ അവിടെ ഉണ്ടോ എന്നുള്ള കാരണം അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. എപ്പോഴും അത് ഔട്ട്ഡേറ്റഡ് ആയി പോകരുത്. അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻവെന്ററി ആയിട്ട് സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ ട്രെയിനിങ് റെക്കോർഡ്സുകൾ. കാര്യം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടത്ര പരിശീലനങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നു അല്ലെ. അപ്പൊ ആ പരിശീലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകള്. പിന്നെന്താണ്? റിപ്പോർട്ടഡ് ഇൻസിഡൻസ്. തൊട്ട് മുമ്പ് പറഞ്ഞു പോയത് എന്തെങ്കിലും ഇൻസിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ റെക്കോർഡ്സുകളും അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? സൂക്ഷിച്ചിരിക്കണം. അത് തന്നെ റിപ്പോർട്ട് ചെയ്ത സംഭവം ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞത്? സൂപ്പർവൈസർ. ഫോർമേറ്റിൽ എന്തൊക്കെയാണ് ഇതൊക്കെ പോയിന്റ് നമ്മൾ പറഞ്ഞത്? അവരുടെ ചുമതലയിലുള്ള ജീവനക്കാർക്ക് ഈ പറയുന്ന കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുന്നതിനുള്ള ശരിയായ പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം.
അതുപോലെ തന്നെ എന്താണ് ഓരോ കംപ്രസ്ഡ് ഗ്യാസും അതത് ഇന്റൻഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഉറപ്പാക്കണം. അതും കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് പ്രോട്ടോകോൾസിന് ബേസ് ചെയ്തിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഡാറ്റ ഷീറ്റുകൾ അത് കൃത്യമായിട്ട് തന്നെ ജീവനക്കാർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ അവിടുത്തെ ജീവനക്കാർക്കും സന്ദർശകർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കണം, അല്ലെ, അവരൊന്ന് സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ ഈ കംപ്രസ്ഡ് ഗ്യാസുകൾ ഉപയോഗിക്കുമ്പോൾ അവരെല്ലാവിധ തൊഴിൽ ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് അവര് എന്താ പറയുക കൺഫേം ചെയ്തിരിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇൻസിഡൻസ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് അന്വേഷണം നടത്തിയിട്ട് അതിന് കാരണം എന്താണെന്നും ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അല്ലെ പ്രിവെന്റീവ് മെഷേഴ്സ് അവർ എടുക്കണം. പിന്നെ ഈ പറയുന്ന ഇൻവെന്ററി ആയിട്ട് സ്റ്റോക്കുമായിട്ടും ട്രെയിനിങ് റെക്കോർഡുകൾ, റിപ്പോർട്ടഡ് ഇൻസിഡൻസ് റിപ്പോർട്ട് ഇങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ചിരിക്കണം. ഇതെല്ലാം തന്നെ സൂപ്പർവൈസറുടെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആയി വിചാരിക്കും. ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഡ്യൂട്ടീസ് ഓഫ് മാനിഫോൾഡ് ഓപ്പറേറ്റർ, അല്ലെ? ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അപ്പൊ മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ പഠിച്ചിരുന്നു, അല്ലെ? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ പഠിച്ചില്ല മാനിഫോൾഡ് സിസ്റ്റം. എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന സിലിണ്ടറുകളും വാതകങ്ങളൊക്കെ പ്രത്യേകം ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെ? അവിടെയാണ് ഈ പറയുന്ന കൺട്രോൾ പാനലും പ്രഷർ റെഗുലേറ്റേഴ്സുകളും പിന്നെന്താ പറയാ അങ്ങനെ മോണിറ്റേഴ്സും അലാം സിസ്റ്റംസും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലം, അല്ലെ? അതിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരിക്കും, മാനിഫോൾഡ് ഓപ്പറേറ്റർ. അദ്ദേഹത്തിന് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഫസ്റ്റ് ടൈം ഇൻ ദ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay. എന്താണ് പറയുന്നത്? രാവിലെ തന്നെ വരുമ്പോ അദ്ദേഹം ആദ്യം എന്താ ചെയ്യുന്നത്? മാനിഫോൾഡ് റൂമിനകത്തുള്ള എല്ലാ സിലിണ്ടറുകളും ഓക്കെ ആണ് എന്നുള്ളത് അദ്ദേഹം ഉറപ്പുവരുത്തണം, അല്ലെ? ഫസ്റ്റ് ടൈം ഇൻ മോർണിംഗ് he will make sure that all the cylinders in the manifold rooms are okay. ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. he will open the number of cylinders to ensure the correct pressure in the pipelines. നമ്മൾ ഓൾറെഡി ഗ്യാസ് സിസ്റ്റം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഈ കൺസിസ്റ്റന്റ് പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഗ്യാസുകളെല്ലാം തന്നെ നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ സപ്ലൈ ചെയ്യുന്നത്, അല്ലെ? ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമൽ പ്രഷർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ പൈപ്പ് ലൈനിൽ ഒരു കറക്റ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്യണം? ചിലപ്പോൾ കുറച്ചധികം സിലിണ്ടറുകൾ ഓപ്പൺ ചെയ്ത് ഒരു കറക്റ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള സിലിണ്ടറുകൾ അദ്ദേഹം ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളാണ് കേട്ടോ ഈ പറയുന്നത്. എന്താണ് സുഷ? അഞ്ചെന്ന് പറഞ്ഞത് എന്താണ്? അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? ഈ പോയിന്റ് ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ അല്ലേ? ടൈപ്പ് ചെയ്ത് മാറും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ് കേട്ടോ? he will open the number of cylinders to ensure the correct pressure in the pipeline. പൈപ്പ് ലൈനിൽ ആ ഒരു കറക്റ്റ് പ്രഷർ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സിലിണ്ടറുകൾ അദ്ദേഹം ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? he will be using cylinders from one side of the manifold cylinders ബ്രാക്കറ്റില് റൈറ്റ് സൈഡ് ആണ് കേട്ടോ. സൈഡ് എന്നായി പോയിട്ടുണ്ട്, സൈഡ് എന്നാക്കുക കേട്ടോ. സൈഡ് റൈറ്റ് സൈഡ് ഓഫ് ലെഫ്റ്റ് സൈഡ്. എന്താണ് പറയുന്നത്? അദ്ദേഹം ഈ പറയുന്ന മാനിഫോൾഡ് സിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള സിലിണ്ടറുകളാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം പറഞ്ഞപ്പോ അതിനകത്ത് പറഞ്ഞു, അല്ലെ? അതായത് രണ്ട് ബാങ്കുകളിലാണ് അല്ലെങ്കിൽ രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് ബാങ്ക്സ് എന്ന് വെച്ചാൽ രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സമയം ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ നമ്മൾ പൈപ്പ് ലൈനിലോട്ട് സപ്ലൈ ചെയ്യുള്ളൂ. പറഞ്ഞില്ലേ? മറ്റേത് പറയുന്നത് എന്താണ്? ബാക്കപ്പ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇൻ കേസ് ഈ സിലിണ്ടറിന് എന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ബാങ്കിലുള്ള സിലിണ്ടറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മാനിഫോൾഡ് സിലിണ്ടേഴ്സ് ബാങ്കിന്റെ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള സിലിണ്ടറുകളായിരിക്കും അറ്റ് എ ടൈമിന് അത് എന്ത് ചെയ്യുന്നുണ്ടാവാം ഉപയോഗിക്കുന്നത്.
മേ ബി റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിലുള്ള സിലിണ്ടേഴ്സ് ആവും അഥവാ ലെഫ്റ്റ് സൈഡിൽ ഏതാണെങ്കിലും ഒരൊറ്റ സൈഡിലുള്ളതാണ് ഒരു ടൈം നമ്മൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് the cylinders of the other side should be dispatched as soon as all the cylinders of that bank are empty. ഇനി മറു സൈഡിലുള്ള സിലിണ്ടറുകൾ നമ്മൾ എപ്പോൾ മാത്രമേ ഡിസ്പാച്ച് ചെയ്യുള്ളൂ? നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ആ സൈഡിലുള്ള സിലിണ്ടറുകൾ ഫുൾ എംപ്റ്റി ആയതിനു ശേഷം, കാലി ആയതിനു ശേഷം, നമ്മൾ പറഞ്ഞു ഒരു ബാങ്കിലുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ അവിടെയുള്ള സിലിണ്ടറുകൾ ഫുൾ എംപ്റ്റി ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മറു സൈഡിലുള്ള ബാങ്കിൽ നിന്നുള്ള എന്താ പറയാ സിലിണ്ടറുകൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ്. അടുത്തത് he will check all the cylinders for leakage using soap water mixture. ഇനി അദ്ദേഹം എന്ത് ചെയ്യും? ഈ പറയുന്ന എല്ലാ സിലിണ്ടറുകൾക്കും എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം ചെക്ക് ചെയ്യും അല്ലെ? എന്ത് യൂസ് ചെയ്തിട്ടാണ്? യൂസിങ് സോപ്പ് വാട്ടർ മിക്സ്ചർ. നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു സേഫ് പ്രാക്ടീസസിനകത്ത്. ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവിടെ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഒരു സിസ്റ്റം, ഒരു സൈഡ്, ഒരു സിസ്റ്റത്തിന് ഒരു കൂട്ടം സിലിണ്ടറുകൾ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ സിസ്റ്റത്തിനും ഒരു കൂട്ടം സിലിണ്ടർ. സിസ്റ്റം എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് ബാങ്ക്. ഓക്കെ, ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മൾ സിലിണ്ടറുകളുടെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും. എന്ത് യൂസ് ചെയ്തിട്ടാണ്? സോപ്പ് വാട്ടർ മിക്സ്ചർ. നമ്മൾ സേഫ് പ്രാക്ടീസസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ലീക്കേജുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾ പരിശോധിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിനുള്ളൊരു മാർഗമാണ് ഇത് സോപ്പ് വാട്ടർ മിക്സ്ചർ. ചിലപ്പോഴൊക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഡിഷ് വാഷ് സോപ്പ് എടുത്താൽ മതി. അതൊരു 1 ലിറ്റർ വെള്ളത്തിന് നമ്മൾ നല്ലപോലെ കലക്കുക. ഓക്കെ, നല്ലപോലെ ഇളക്കി കലക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സസ്പെക്റ്റഡ് ഏരിയാസ് ലീക്കേജ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തോന്നുന്ന അവിടെ നമ്മൾ ഒന്നെങ്കിൽ സ്പ്രേ ചെയ്യാം. സോപ്പ് വാട്ടർ മിക്സ്ചർ ഒന്നെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? സിലിണ്ടർ ഓൺ ചെയ്യാം. ഓക്കെ, ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള ഗ്യാസിന് പ്രഷറൈസ് ചെയ്യാം കേട്ടോ. ഗ്യാസിനകത്ത് ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രഷർ അതിനകത്ത് വരും. അപ്പൊ ഈ പ്രഷർ വരുന്ന സമയത്ത് നമ്മൾ ഈ സോപ്പ് വാട്ടർ മിക്സ്ചർ സ്പ്രേ ചെയ്ത സ്ഥലത്ത് ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ബബിൾസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? അവിടെ ലീക്കേജ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ബബിൾ ആണല്ലോ, സോപ്പ് വാട്ടർ മിക്സ്ചർ ആയതുകൊണ്ട് അവിടെ ബബിൾസ് ഫോം ചെയ്യും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ഭാഗങ്ങളിലൊക്കെ ലീക്കേജ് ഉണ്ടോ ഉള്ളോ എന്നുള്ളത് അറിയാൻ പറ്റും. അല്ലാതെ ഒരിക്കലും നമ്മളൊരു നേക്കഡ് ഫ്ലെയിം ഉപയോഗിച്ച് കത്തിക്കാനായിട്ട് അവിടെ വെക്കാൻ പാടില്ല. ഈ രീതിയിൽ വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അദ്ദേഹം എന്ത് തന്നെ ചെയ്യാണ്? സിലിണ്ടറുകളെല്ലാം തന്നെ അതിന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും, ലീക്കേജസ് ഉണ്ടോ എന്നറിയാനായിട്ട് യൂസിങ് സോപ്പ് വാട്ടർ മിക്സ്ചർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് ഇതാണ്, he will maintain a stock of needed instruments with him in the manifold room. അത് മാത്രമല്ല, മാനിഫോൾഡ് റൂമിനകത്ത് അത്യാവശ്യം ഈ പറയുന്ന ആ ഒരു സ്റ്റോക്ക് അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റുകൾ സ്റ്റോക്ക് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്വമാണ്? മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. കാര്യം അതിനകത്ത് ഒരുപാട് സിലിണ്ടറുകളും കൺട്രോൾ പാനലും പ്രഷർ റെഗുലേറ്റേഴ്സും അലാം സിസ്റ്റംസ് എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഈ പറയുന്ന റിപ്പയറിങ്ങിനോ കാര്യങ്ങൾക്കോ അത്യാവശ്യം വേണ്ട നീഡഡ് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരിക്കും? സ്റ്റോക്ക് ചെയ്തിരിക്കും. ഈ സ്റ്റോക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. He will maintain a stock of needed instruments with him in the manifold room. അടുത്ത പോയിന്റ് എന്താണ്? After checking the mini room, he has to take a round of the hospital to see all the outlets by him and to find out its exact functioning from the staff appointed there. എന്താണ് പറയുന്നത്? അങ്ങനെ എല്ലാ റൂമുകളും അവര് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അതിനുശേഷം ഇതിന് എന്ത് ചെയ്യുന്നറിയാമോ? ഹോസ്പിറ്റൽ ഒന്ന് റൗണ്ട് ചെയ്യാണ്. എന്നുവെച്ചാൽ എല്ലാ ഔട്ട്ലെറ്റ്സിലും അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഓരോ എല്ലായിടത്തും ചിലപ്പോൾ നോക്കിയിരുന്നാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എങ്കിൽ കൂടിയും ഔട്ട്ലെറ്റ്സുകൾ അവിടെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്റ്റാഫുകളിൽ നിന്ന് അവിടുത്തെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യും? ഒന്ന് ഓൾറൗണ്ട് ചെയ്യും. ഹോസ്പിറ്റലിൽ ഒന്ന് ഓൾറൗണ്ട് ചെയ്യാണ്. കാരണം എല്ലാ ഔട്ട്ലെറ്റ്സുകളും അദ്ദേഹത്തിന് ഔട്ട്ലെറ്റ്സ് വഴിയായിട്ടാണ് ഗ്യാസിന്റെ സപ്ലൈ മറ്റും നടക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാ ഔട്ട്ലെറ്റ്സുകളും അദ്ദേഹത്തിന് കാണാൻ പാടിക്കണം, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തണം. അത് മാത്രമല്ല അവിടെ അതിന് വേണ്ടിയിട്ട് കുറെ സ്റ്റാഫുകൾ നിർത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ സ്റ്റാഫുകളിൽ നിന്ന് അവിടുത്തെ ഫംഗ്ഷനിങ് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മൊത്തത്തിൽ എന്ത് ചെയ്യും? ഒന്ന് ആ ഹോസ്പിറ്റലിൽ ഒന്ന് റൗണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ,
അടുത്തത് he will repair or arrange to repair any deficiency in the outlets or in the pipeline that includes main manifold room. അതായത് ഈ പറയുന്ന മാനിഫോൾഡ് റൂമിൽ ഉൾപ്പെട്ട പൈപ്പ് ലൈൻസിനോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ്സിനോ എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെ എന്തെങ്കിലും തകരാറോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, അത് റിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് അദ്ദേഹം ചെയ്തിരിക്കും. ഇതൊക്കെ മാനിഫോൾഡ് ഓപ്പറേറ്ററിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? He will repair or arrange to repair any deficiency in the outlets on the pipeline that includes main manifold. അടുത്ത പോയിന്റ് ഇതാണ്, he will place order for refilling of the cylinders in consultation with the authorized officer. അതിനുശേഷം അധികാരപ്പെട്ട ഓഫീസർ അല്ലെ അദ്ദേഹമായിട്ട് കൂടി ആലോചിച്ചിട്ട് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുന്നതിനുള്ള ഓർഡറും അദ്ദേഹം പ്ലേസ് ചെയ്യും. ഓക്കെ, നമ്മൾ വേറെ സേഫ് പ്രാക്ടീസസിൽ പറഞ്ഞു ഒരിക്കലും ഒരു സിലിണ്ടറുകൾ നമ്മളൊരു ലോങ് ടേമിലേക്ക് ആയിട്ടിരിക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. പഠിച്ചതാണ് നമ്മള്. കാര്യം ഒരു ഷോർട്ട് ടേം നീഡ്സിന് ആവശ്യമായ അളവിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഗ്യാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ തിരുന്നതിനനുസരിച്ച് അവരത് ചെയ്യുള്ളൂ. അത് ലോങ് ടേമിലേക്ക് ആയിട്ട് ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കില്ല. അപ്പൊ അതിന് വേണ്ട ഓതറൈസ്ഡ് ഓഫീസർ ആരാണ്, അദ്ദേഹമായിട്ട് കൂടി ആലോചിച്ച് കൺസൾട്ട് ചെയ്തിട്ട് റീഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ള സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യുന്നതിനുള്ള ഓർഡർ അദ്ദേഹം പ്ലേസ് ചെയ്യുന്നു. ഇതൊക്കെ ഡ്യൂട്ടീസ് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ. പിന്നെന്താണ്, he will also look after of the nitrous cylinders in the operation theaters if there is no central supply of this gas. ഇതാണ് പറയുന്നത്. ഇപ്പൊ നൈട്രസ് ഓക്സൈഡ് നമ്മൾ പഠിച്ചതാണ് അല്ലെ, ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞ് പഠിച്ചു. നൈട്രസ് ഓക്സൈഡ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സിലാണ് അല്ലെ. നമ്മൾ പറഞ്ഞതാണ് അനാൽജസ്റ്റിക് ആയിട്ടും അനസ്തെറ്റിക് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഈ പറയുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ ഒരു നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന മെഡിക്കൽ ഗ്യാസിന്റെ സെൻട്രൽ സപ്ലൈ ഇല്ലാന്നുണ്ടെങ്കിൽ, സെൻട്രൽ സപ്ലൈ ഇല്ലാന്ന് പറഞ്ഞാൽ സെൻട്രലി സപ്ലൈ ഇല്ലാന്നുള്ളൂ, സിലിണ്ടറുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോ സപ്ലൈ ചെയ്താൽ മുന്നിനകത്ത് തന്നെ സിലിണ്ടർ വഴി ചിലപ്പോ സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ അങ്ങനെ വരുമ്പോ സെൻട്രൽ സപ്ലൈ ഇല്ല, ദാറ്റ് മീൻസ് മാനിഫോൾഡ് സിസ്റ്റത്തിന് സെൻട്രൽ സപ്ലൈ ഇല്ല, പക്ഷെ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ മുന്നിനകത്ത് എന്തുണ്ടാവും, സിലിണ്ടർ ആയിട്ട് തന്നെ അത് കെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നൈട്രസ് സിലിണ്ടേഴ്സിന്റെ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കണം. സെൻട്രൽ സപ്ലൈ ഇല്ലാത്ത സ്ഥലങ്ങളിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് മാത്രമല്ല, he will also make sure that the supply of oxygen in other areas without central pipeline. അതായത് ഈ സെൻട്രൽ പൈപ്പ് ലൈൻ ഇല്ലാത്ത മറ്റുള്ള ഏതെങ്കിലും ഏരിയാസ് ഉണ്ടായിരുന്നല്ലോ, അത്തരം ഏരിയകളിൽ ഓക്സിജന്റെ സപ്ലൈയുടെ കാര്യങ്ങളും ഇദ്ദേഹം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായല്ലോ? സെൻട്രൽ സപ്ലൈ ഇല്ലാന്ന് പറഞ്ഞാൽ മെഡിക്കൽ താഴത്തെ മാനിഫോൾഡ് സിസ്റ്റത്തിന് പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ സപ്ലൈ ആയിരിക്കില്ല ഉണ്ടായിരിക്കും. പകരം എന്തായിരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് തന്നെ ചിലപ്പോൾ ഒരു സിലിണ്ടറിൽ അവരവരെ ചിലപ്പോൾ അവിടെ ക്യാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സിലിണ്ടറിന്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എന്താ ശ്രദ്ധിക്കണം. അതുപോലെ പൈപ്പ് ലൈൻ സെൻട്രൽ സപ്ലൈ ഇല്ലാത്ത ഏരിയയിൽ ഓക്സിജന്റെ സപ്ലൈയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് ഇതാണ്, he will also help OT technician in the maintenance of the boils machine. അതായത് ഈ പറയുന്ന OT എന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ അദ്ദേഹം സഹായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, in the maintenance of the boils machine. എന്താണ് boils machine എന്ന് പറഞ്ഞാല്, boils machine എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടാ, അനസ്തേഷ്യ മെഷീൻ ആണ് കേട്ടാ. അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിന് തന്നെയാണ് നമ്മള് ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, അനസ്തെറ്റിക് ഗ്യാസുകൾ കൊടുക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ റെഗുലേറ്റ് ചെയ്തിട്ട് വേണം അത് അനസ്തെറ്റിക് ഗ്യാസുകൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ട്. അപ്പൊ അത് മെഷർ ചെയ്യാൻ, ഫ്ലോ മെഷർ ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് കേട്ടോ ബോയിൽസ് മെഷീൻ. അത് തന്നെയാണ് അനസ്തേഷ്യ മെഷീൻ എന്ന് പറയുന്ന സംഭവം തന്നെയാണ് കേട്ടോ ബോയിൽസ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ബോയിൽസ് മെഷീൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അനസ്തേഷ്യ മെഷീൻ ഉണ്ടായിരിക്കും. അതിനകത്ത് ഗ്യാസിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനും ആ ഫ്ലോ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണത്. അപ്പൊ ആ ഒരു എക്യുപ്മെന്റ്, ആ ഒരു മെഷീനുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ സഹായിക്കുക എന്നുള്ളതും ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററുടെ ഉത്തരവാദിത്തമാണ്. പിന്നെന്താണ്, ആൾട്ടറിംഗ് ദ വാർഡ്സ് സിലിണ്ടർ ഇസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. വാർഡിനുള്ളിലെ സിലിണ്ടറുകൾ ചേഞ്ച് ചെയ്യാന്നുള്ളതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. സിലിണ്ടർ ഉപയോഗിച്ച് അത് ആവശ്യകത കഴിഞ്ഞു, ചിലപ്പോൾ റീഫിൽ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സിലിണ്ടർ മാറ്റി വെക്കണം, അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ വാർഡുകളിൽ
വരികയാണെങ്കിൽ അതിന്റെയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ് കേട്ടോ. ആൾട്ടറിംഗ് ദ വാട്സ് സിലിണ്ടർ ഈസ് ആൾസോ ഹിസ് ഡ്യൂട്ടി. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, all the major problems are to be brought to the administrators soon. അതായത് എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും, അതായത് മെഡിക്കൽ ക്യാമ്പ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും, പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ബന്ധപ്പെട്ട അധികാരികൾ, അഡ്മിനിസ്ട്രേറ്ററുകളെ അറിയിക്കുക എന്നുള്ളതും ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായല്ലോ? അത് സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൺഫ്യൂഷൻ വരാൻ യാതൊരു സാധ്യതയില്ല. ഇതെല്ലാം ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറെ പോയിന്റുകളാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്താ ചെയ്യുക? രാവിലെ വരുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു? എല്ലാ മാനിഫോൾഡ് സിസ്റ്റത്തിലെ എല്ലാ എന്താ പറയാ ഉപകരണങ്ങളും ഒക്കെയാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. പിന്നെ പൈപ്പിലായിട്ടുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായ സിലിണ്ടറുകൾ അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നു. ഒരു സമയം ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്നുള്ള സിലിണ്ടറുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ പൈപ്പ് ലൈനിൽ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഒരു സൈഡിലെ സിലിണ്ടറുകൾ കാലിയായാൽ മാത്രമാണ് നമ്മൾ മറു സൈഡിലുള്ള സിലിണ്ടറുകൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അതുപോലെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോപ്പ് വാട്ടർ മിക്സ്ചർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു മാനിഫോൾഡ് റൂമിൽ സൂക്ഷിക്കേണ്ട അത്യാവശ്യം വേണ്ട ഇൻസ്ട്രുമെന്റുകളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന എല്ലാ ഔട്ട്ലെറ്റുകൾ കാണുന്നതിനും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്ന് അവിടുത്തെ ഫംഗ്ഷനിങ്ങും കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ഒന്ന് റൗണ്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഔട്ട്ലെറ്റിലോ പൈപ്പ് ലൈനോ തകരാറ് സംഭവിച്ചാൽ അത് റിപ്പയർ ചെയ്യാനുള്ള എന്താ പറയാ അറേഞ്ച്മെന്റ്സുകൾ ഇദ്ദേഹം ചെയ്യുന്നു. പിന്നെ ഓതറൈസ്ഡ് ഓഫീസറായിട്ട് ആലോചിച്ച ശേഷം സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അദ്ദേഹമാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, സെൻട്രൽ സപ്ലൈ ഇല്ലാത്ത ഏരിയകളില് ഗ്യാസ് സിലിണ്ടറുകൾ വഴിയുള്ള സപ്ലൈ അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒരു മാനിഫോൾഡ് ഓപ്പറേറ്റർ ആണ്. പിന്നെ ബോയിൽസ് മെഷീൻ അത് ഓപ്പറേറ്റിംഗ് തിയേറ്ററിൽ ഉപയോഗിക്കുന്നതാണ്. ബോയിൽസ് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് അതായത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനെ സഹായിക്കാം. അതുപോലെ തന്നെ വാർഡുകളിൽ സിലിണ്ടറുകൾ ചേഞ്ച് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഗ്യാസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാന പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിക്കുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ചാപ്റ്റർ പഠിച്ചു വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. തുടക്കം വരുന്ന ഭാഗങ്ങളാണ് കുറച്ചൊരു കൺഫ്യൂഷൻ വരുന്നുള്ളൂ. നമ്മൾ ഈ പാഠത്തിനകത്ത് മെഡിക്കൽ ഗ്യാസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. ഒരു ഹോസ്പിറ്റലിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഇതിനകത്ത് ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 7 എണ്ണം നമ്മൾ പഠിച്ചു. ആ 7 മെഡിക്കൽ ഗ്യാസും എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതിന്റെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ അല്ലെ. 6 കമ്പോണന്റുകൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. മിസ്സായവരൊന്ന് റെക്കോർഡഡ് ക്ലാസ് കാണാൻ നോക്കാം, അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ കളർ കോഡ് ഉണ്ട്, അത് നോക്കി വെക്കണം കേട്ടോ. ഓരോ മെഡിക്കൽ ഗ്യാസിനും ഉപയോഗിക്കുന്ന കളർ കോഡ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെക്കാം. എന്തൊക്കെ സേഫ് പ്രാക്ടീസസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂപ്പർവൈസറുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്, ഒരു മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്നത് ഇത്ര മാത്രമാണ് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെയാണ്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മാനിഫോൾഡ് മാർക്കിൻ ക്ലാസ് കിട്ടിയില്ലേ? മാനിഫോൾഡിന്റെ മീനിങ് എന്താണെന്നോ, മാനിഫോൾഡ് ഓപ്പറേറ്റർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ക്ലാസ് കേട്ടില്ല? ക്ലാസ് കേട്ടില്ല തോന്നുന്നു അല്ലെ? അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചത് കേട്ടോ. മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഈ പറയുന്ന വാതകങ്ങളെല്ലാം തന്നെ എന്താ പറയാ സജ്ജീകരിച്ച് വെക്കുന്ന ആ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കേട്ടോ മാനിഫോൾഡ് എന്നുള്ളത്. അതിനങ്ങനെയാണ് പറയാം. ഓക്കെ, പ്രത്യേക മീനിങ് ഒന്നുമില്ല. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാതകങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെയാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 4-നകത്ത് വരുന്ന ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ നമ്പർ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യാം. ചാപ്റ്റർ 10 ആയിട്ടാണ് വരുന്നത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. റെസ്പോൺസിബിലിറ്റി ചാപ്റ്റർ ആണ് കേട്ടോ. 51 ആണ് അല്ലെ? ഓക്കെ, 51 ആണോ?
ശരി, അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. 51 ആണ്, ചാപ്റ്റർ ഒന്ന് എടുത്തു വെക്കാം. എടുത്തു വെച്ചല്ലോ, പഠിക്കാം നമുക്ക് എന്നാ. ചാപ്റ്റർ നമ്പർ 10, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ ഫൈനൽ ചാപ്റ്റർ ആണ്, മീൻസ് ഞാൻ എടുക്കുന്നതിൽ ഫൈനൽ ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാണ്. നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ ഇതിന്റെ തന്നെ ചെറിയൊരു ചാപ്റ്റർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു ഏത് വേർഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ചില ബേസിക് സ്കില്ലുകളെ പറ്റിയിട്ട് അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി, അവരുടെ റോളുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, ഇതൊക്കെ അഡ്മിനിസ്ട്രേഷൻ റോള് വഹിക്കുന്ന ആളുകളാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റോള് വഹിക്കുന്ന ആളുകളാണ്. ഓക്കെ, പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ഉണ്ട്. ചാപ്റ്റർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, എന്താ ശ്രദ്ധിക്കുന്നില്ലേ? എത്ര പ്രാവശ്യം ഞാൻ പറയുന്നേ? നെറ്റ് കട്ടായിട്ടാണോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സ്ക്രീൻ ഒന്ന് നോക്കുക. ഇത് മൊഡ്യൂൾ 4 വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. മൊഡ്യൂൾ 4 വരുന്ന ചാപ്റ്റർ ആണ്. അതിനകത്ത് 10ാമത്തെ ചാപ്റ്റർ ആണ്. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത് 51ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. 51ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ ഇതിനകത്ത് നമുക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ റോള്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി പഠിക്കാനുണ്ട്. അതുപോലെ മെഡിക്കൽ സെക്രട്ടറി കേട്ടോ, അവരൊക്കെ അഡ്മിനിസ്ട്രേഷൻ റോളുകൾ വഹിക്കുന്ന ആളുകളാണ്. മെഡിക്കൽ സെക്രട്ടറിയുടെ ഈ പറയുന്ന പോലെ റെസ്പോൺസിബിലിറ്റി അത് നോക്കാനുണ്ട്. പിന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ പേഷ്യന്റ് കൗൺസിലർ, ആരാണ് പേഷ്യന്റ് കൗൺസിലർ? അദ്ദേഹത്തിന്റെ ജോബ് എന്തൊക്കെയാണ്? ദെൻ ലാസ്റ്റ് ഇത്തരത്തിലുള്ള ഇതൊക്കെ നോൺ ക്ലിനിക്കൽ ജോബ്സ് ആണ് അല്ലെ. അതായത് ക്ലിനിക്കലുമായിട്ട് ബന്ധപ്പെട്ട ക്ലിനിക്കൽ ജോബുകളല്ല, നോൺ ക്ലിനിക്കൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകളാണ്. അതിന് വേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറഞ്ഞു പോകുന്നത്. പക്ക തിയറി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ ഇത് തിയററ്റിക്കൽ ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നോളജ്, പ്രാക്ടിക്കൽ സൈഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്ന റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. Non-clinical jobs are necessary for a multitude of departments in a hospital or a healthcare center. These administrative roles could see you working in different departments in a hospital. അതായത് ഇതൊക്കെ നോൺ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വിഭാഗം ഒരു നോൺ ക്ലിനിക്കൽ ജോബാണ് അല്ലെ. ക്ലിനിക്കൽ ജോബ് അല്ല, ഡോക്ടറോ നഴ്സോ മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ പോലുള്ള ക്ലിനിക്കൽ ജോബ്സ് അല്ല, നോൺ ക്ലിനിക്കൽ ജോബുകളാണ്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ ജോബുകൾ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി റോളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവ എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് അവർക്ക് വരുന്ന ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്നും നമ്മൾ പഠിക്കാം. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാൻ പോകുന്ന ആളുകളാണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അകത്ത് കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് പറഞ്ഞു പോകുന്നില്ലേ കുറേ കാര്യങ്ങള്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വേറെ പുതിയൊരു പോയിന്റുകളും ഇല്ല. അത് തന്നെ കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത് പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്. ഏതൊക്കെ ഒരു 10 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ് കേട്ടോ, സ്ട്രാറ്റജിക് പ്ലാനിങ്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ് കേട്ടോ. സ്ട്രാറ്റജിക് പ്ലാനിങ് ഉണ്ട്, പിന്നെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പിന്നെ
പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അല്ലെ. കൃത്യമായിട്ട് ചില നയങ്ങള് അല്ലെ പ്രോട്ടോകോൾസുകളൊക്കെ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, വിദ്യയും കൂടെ വേണം ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. അത് നല്ല രീതിയിൽ അത് നടപ്പിലാക്കണം. ഒക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ, HR മാനേജ്മെന്റ്, അവിടെയുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യണം അല്ലെ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം, അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലെ. ഇതൊക്കെ വരുന്ന കാര്യമാണ് കേട്ടോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. 5ാമത്തെ പോയിന്റ് എന്താണ്? ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസുകൾ അല്ലെ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, അതുപോലെ എക്യുപ്മെന്റ് മാനേജ്മെന്റുകൾ, അവിടെ വേണ്ട ഉപകരണങ്ങൾ അതൊക്കെ വേണ്ട രീതിയിൽ സപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെന്താണ്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. അതിനേക്കാൾ ഉപരി പേഷ്യന്റിന് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഉറപ്പാക്കുക, അവരുടെ സുരക്ഷിതത്വം നിലനിർത്തുക അല്ലെ. പിന്നെന്താണ്? കമ്മ്യൂണിറ്റി റിലേഷൻസ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ, നമ്മൾ പബ്ലിക് റിലേഷൻ ഒക്കെ പഠിച്ചതാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യം ഉള്ളൊരു കാര്യമാണ്. ആ ഒരു ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ നിലനിർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് പങ്കുവരുന്നുണ്ട് അല്ലെ കമ്മ്യൂണിറ്റി റിലേഷൻസ്. പിന്നെന്താണ്? റിസ്ക് മാനേജ്മെന്റ് അല്ലെ. റിസ്ക് മാനേജ്മെന്റ്, എന്തെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള റിസ്കുകൾ വരാം അല്ലെ. ഇപ്പൊ അവിടെ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് വരുന്നത് മാത്രമല്ല, കമ്മ്യൂണിറ്റിയിൽ നിന്നും പലയിടത്തുനിന്നും പല രീതിയിലുള്ള റിസ്കുകൾ അവിടെ വരാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാം. പിന്നെന്താണ്? ഇൻഫർമേഷൻ മാനേജ്മെന്റ് അല്ലെ. അതായത് പേഷ്യന്റിന്റെ വിവരങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ഞാൻ ലാസ്റ്റ് എന്താണ്? കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഏറ്റവും ഒരു ക്രൂഷ്യൽ റോളാണത്. കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്, എല്ലാവരുമായിട്ട് സഹകരിച്ച് വളരെ ഒരു ലീഡർഷിപ്പോട് കൂടിയിട്ട് അല്ലെ, വളരെ ഒരു നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്ത് നേതൃത്വ പാഠവും ഉണ്ടായിരിക്കണം അല്ലെ. ഇതൊക്കെ വേണ്ട റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് എന്താന്ന് നോക്കാം. 10 പോയിന്റുകളാണ് കേട്ടോ. ഓക്കെ സാന്ദ്ര, ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് 10 പോയിന്റുകൾ എന്ന് ഓർത്തു വെച്ച്. ഇതൊക്കെയാണ് സ്ട്രാറ്റജി പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, കമ്മ്യൂണിറ്റി റിലേഷൻസ്, റിസ്ക് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, നോക്കാം നമുക്ക് ഓരോ പോയിന്റ് എന്താണ്. സിമ്പിൾ ആണ് കേട്ടോ, നീട്ടി വലിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം. ആദ്യത്തെ വരുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജി ശരിക്കും സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങൾ അല്ലെ. തന്ത്രങ്ങളും ആസൂത്രണം ചെയ്യാം അല്ലെ. തന്ത്രപരമായിട്ട് ആസൂത്രണം ചെയ്യാം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. അതായത് ഇവിടെ വളരെ നമ്മളൊരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജീസ് അല്ലെ, വളരെ ഒരു ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അത് അച്ചീവ് ചെയ്യാനും അതിന് വേണ്ട ഗോൾസുകൾ അല്ലെ, ലക്ഷ്യങ്ങളും എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഇമ്പോർട്ടന്റ് റെസ്പോൺസിബിലിറ്റി ആണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ആ ഒരു സെന്റൻസ് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അക്കൗണ്ടബിൾ, ദാറ്റ് മീൻസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ലോങ് ടേം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദ ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റൽ നിങ്ങളുടെ കയ്യിലാണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജികൾ അല്ലെ, ലോങ് ടേം തന്ത്രങ്ങളും അതുപോലെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരിക്കലും എന്താണ് ഒരു ഷോർട്ട് ടേമിലേക്ക് അല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ലോങ് ടേമിലേക്കായിട്ട്. നമ്മുടെ ഇപ്പൊ അല്ലെങ്കിൽ കൂടിയും ഇനി എന്തൊക്കെ ആവാം, ഏതൊക്കെ രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അതുകൊണ്ടാണ് ലോങ് ടേം സ്ട്രാറ്റജി. അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഇത് ഒരു വരും കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തി ഈ ഒരു ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലൊരു ലോങ് ടേം സ്ട്രാറ്റജി അവർക്ക് പ്ലാനിങ് അവർക്ക് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതാണ് തന്ത്രപരമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, നല്ല സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ല ഹാർഡ് വർക്കും ഉണ്ട് സ്മാർട്ട് വർക്കും ഉണ്ട്. ഏതേറ്റവും നല്ലത്? സ്മാർട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും ചില സിറ്റുവേഷനിൽ നല്ലത്. എന്നതുപോലെ എന്താണ് ലോങ് ടേം ആയിട്ട് തന്ത്രപരമായിട്ട് നമ്മൾ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്ത് വെക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്? ദിസ് കൺസിസ്റ്റ് ഓഫ് അനലൈസിംഗ് മാർക്കറ്റ് ട്രെൻഡ്സ്, ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഡിവൈസിംഗ് പ്ലാൻസ്
ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽസ് സർവീസ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പൊ ഇതിനകത്ത് എന്തെല്ലാം സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്? അനലൈസിങ് ദ മാർക്കറ്റ് ട്രെൻഡ്സ്, അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന്റെ മാർക്കറ്റ് പൊസിഷനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യണം. കാര്യം നമുക്കറിയുന്നെന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ 1-2 ആശുപത്രികളല്ല, നിരവധി ഹോസ്പിറ്റലുകളാണ് പ്രവർത്തിക്കുന്നത്. ഒരു ലൊക്കാലിറ്റി തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും ഒരു 5-6 ഹോസ്പിറ്റൽ, അല്ലെ? പണ്ടത്തെ പോലെ അല്ല. പണ്ടൊരു ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുമ്പോൾ എണ്ണത്തിൽ കുറവാണ്. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അങ്ങനെയല്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ക്ലിനിക്കുകൾ, എന്ത് വേണ്ട എല്ലാം ഉണ്ട്. എല്ലാം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് ഹോസ്പിറ്റലുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഹോസ്പിറ്റലിലെ അതിന്റെ മാർക്കറ്റ് പൊസിഷൻ കൃത്യമായിട്ട് വിശകലനം ചെയ്യണം. കൃത്യമായിട്ട് വിശകലനം ചെയ്യാന്ന് പറഞ്ഞാല് ആ ഒരു മാർക്കറ്റ് പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡാറ്റകൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എക്സാമിൻ ചെയ്തത് കൃത്യമായിട്ട് ഇന്റർപ്രിറ്റ് ചെയ്യണം, മനസ്സിലാക്കണം. അതുപോലെ കോമ്പറ്റേറ്റേഴ്സ്, ഈ ഒരു ആശുപത്രിനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റു പല ഹോസ്പിറ്റലുകളും കാര്യങ്ങളുണ്ട്, അല്ലെ? അതുമായിട്ട് എന്താണ് കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഓരോ ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ കോമ്പറ്റേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അതുപോലെ അതോടൊപ്പം തന്നെ കസ്റ്റമർ നീഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഓരോ പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന് മുൻഗണന നൽകിക്കൊണ്ട് ഈ പറയുന്ന മാർക്കറ്റ് ട്രെൻഡ്സ് കൃത്യമായിട്ട് വിശകലനം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, അല്ലെ? ഈ പറയുന്ന മെച്ചപ്പെടുത്തേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് തിരിച്ചറിയാം, അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഫീൽഡുകൾ, ഏതൊക്കെ മേഖലകളിൽ ഇനി മെച്ചപ്പെടുത്താനുണ്ട്, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ഡിവൈസിംഗ് ദ പ്ലാൻസ് ടു ഇംപ്രൂവ് ദ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് ഓപ്പറേഷൻ. അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഹോസ്പിറ്റലിന്റെ സേവനങ്ങളായിക്കോട്ടെ, അവിടുത്തെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്ലാനുകൾ നിർമ്മിച്ചെടുക്കുക, ഡിവൈസ് ചെയ്തെടുക്കുക. ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്? ഒന്ന്, അവിടുത്തെ മാർക്കറ്റ് ട്രെൻഡ്സുകൾ നമ്മൾ അനലൈസ് ചെയ്യണം. ഇംപ്രൂവ് ചെയ്യേണ്ട, മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും പ്രവർത്തനങ്ങളും എന്താ പറയാ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്ലാനുകൾ, ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാൻ. ക്ലിയർ ആയ പോയിന്റ്? അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവുന്നത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, രണ്ടാമത്തതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേണ്ട ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതൊരു എന്താ പറയുക ബിസിനസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ അതിന് നിലനിൽപ്പ് ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതും എന്താണ്? ആരുടെ ഉത്തരവാദിത്വമാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്യുക. ഈ സെയിം പോയിന്റ് നമ്മൾ ഏത് ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അതന്നെ അവിടെ പറയുന്നത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് സൂപ്പർവൈസ് ദ ഹോസ്പിറ്റൽസ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റിങ്ങും ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഇവർ സൂപ്പർവൈസ് ചെയ്യുന്നു. ദേ വർക്ക് കീൻലി വിത്ത് ഫിനാൻസ് ടീംസ് ടു മോണിറ്റർ ദ റവന്യൂ, control expenses, distribute the resources in an effective manner, and ensure the financial firmness of the organization. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ്? അവര് മോണിറ്റർ റവന്യൂ, അല്ലെ? അവിടേക്ക് വരുന്ന ആ ഹോസ്പിറ്റലിന്റെ വരുമാനം, റവന്യൂ ഒക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യും. പരമാവധി റവന്യൂ കൂടുതൽ എടുത്തിട്ട്, റവന്യൂ കൂടുതൽ എടുക്കില്ല, റവന്യൂവിനനുസരിച്ച് റവന്യൂ നോക്കുക, മോണിറ്റർ ചെയ്യുക. അതിനുശേഷം എക്സ്പെൻസസ് പരമാവധി കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് ഇൻ എൻ ഇഫക്റ്റീവ് മാനർ. അതായത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവിടുത്തെ റിസോഴ്സുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം അടങ്ങുന്നതാണ്. ഈ പറയുന്ന മാനേജ്മെന്റും സ്റ്റാഫും ജീവനക്കാരും അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സും എല്ലാം അടങ്ങുന്നതാണ് അവിടുത്തെ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ആ റിസോഴ്സുകളെ നല്ല രീതിയിൽ വിതരണം ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു ഓർഗനൈസേഷന്റെ സാമ്പത്തിക ദൃഢത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? പോയിന്റ് മനസ്സിലായല്ലോ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 2 പോയിന്റ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് സ്ട്രാറ്റജിക് പ്ലാനിങ്, രണ്ടാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇതിൽ ഡൗട്ട് നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? പ്രശ്നമൊന്നുമില്ലല്ലോ?
ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.